അപ്പം വെച്ചാൽ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഫസ്റ്റ് തന്നെ വണ്ടിപ്രാന്തന്മാരോടാണ് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് ഒരു പുതിയ വെഹിക്കിൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. മഹേന്ദ്ര XUV 90 കുറേ പ്രത്യേകതകൾ അടങ്ങിയേക്കുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ ഇത്. 19 ഇഞ്ച് വരുന്ന ഒരു അടിപൊളി പുതിയ ഡിസൈനിലുള്ള ഒരു അലോയാണ് കേട്ടോ ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 207 മില്ലിമീറ്റർ ആണ് കേട്ടോ. കണ്ടില്ലേ ആ ഒരു സ്പേസും കാര്യങ്ങളും. നമ്മൾ ഈ ഗ്രൗണ്ട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ അതാണ്. 650 മീറ്റേഴ്സ് വരുന്ന ഒരു വലിയ വുഡ് ഫേസ് ആണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പൺ ആവും. ഹെവി ഒരു ഫേസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ഇതൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിമോട്ടിൽ തന്നെ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അടയുകയും ചെയ്യും. കണ്ടില്ലേ. അതുപോലെ ഈ വെഹിക്കിളിൻ്റെ ചാർജിങ് സ്പോട്ട് വരുന്ന ഈ ഒരു ഏരിയയിലാണ്. ഇത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്താൽ ചാർജിങ് സ്പോട്ട് വരും. 150 ലിറ്റർ വരുന്ന ഒരു വേറൊരു ലഗേജിൻ്റെ ഇത് കാണിച്ചു തരാം. ഇത് ഫ്രണ്ടിലാണ്. ഇവിടെ നമുക്ക് വേണ്ട ചെറിയ ചെറിയ ബാഗ്സ് കാര്യങ്ങൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഇതിൻ്റെ ലൈറ്റ് തന്നെയാണ്. ഇത് ക്യൂബിക് ലൈറ്റ് ആണ് വരുന്നത്. അതുപോലെ അടിപൊളി ഒരു DRL ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ഇതിൽ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്ന ഒരു അടിപൊളി ഒരു ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഫ്രണ്ടിൽ ക്യാമറ 360 ക്യാമറ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡോറിൻ്റെ സൈഡ് ഡോറിലും ഈ ഒരു ഇത് കണ്ടില്ലേ സ്പേസ്, ഈ ഒരു ഏരിയയിലും കണ്ടില്ലേ ക്യാമറ. ഇതുപോലെ 5 ക്യാമറാസാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ല, ഞാൻ കയറുമ്പോൾ എനിക്ക് അത്യാവശ്യം ഹെവി സൈസ് ഉണ്ടെന്നറിയാലോ. ഞാൻ കയറിയിരിക്കുമ്പോൾ എന്തോരം ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ. കാരണം നല്ല സ്പേസ് ഉണ്ട്. ഹെഡാണ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. നോക്ക്, എൻ്റെ കാലിൻ്റെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈപ്പാണ് ഇത് വരുന്നത്. എങ്ങനെ പോയാലും നമുക്ക് സ്റ്റിയറിങ് നല്ലൊരു കംഫർട്ട്, അതായത് നമ്മൾ ലോങ് ജേർണി പോകാമെന്ന് കരുതുക. അപ്പം നമുക്ക് കറക്റ്റ് ഒരു കംഫർട്ട്, നമുക്ക് നടുവേദന അങ്ങനത്തെ വേറെ ഒരു പ്രോബ്ലം ഇല്ല. ലെതറിങ്ങിൻ്റെ ക്വാളിറ്റി ആയാലും വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 7 എയർ ബാഗാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ 5 സ്റ്റാർ ആണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതായത് സേഫ്റ്റി കാര്യങ്ങളിൽ 5 സ്റ്റാർ ആണ് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം കേട്ടോ. ഒരു ഹെവി ഇൻറ്റീരിയറിലാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ എന്താ ഇതെന്നുള്ള അത്ഭുതത്തോടെ നിങ്ങൾ നോക്കിപ്പോകും കേട്ടോ. ഇവിടെ നമുക്ക് കാണുന്നത് ഒരു ട്രിനിറ്റി ഡിസ്പ്ലേ ആണ് കേട്ടോ. അതായത് ഈ ഒരു സൈഡിൽ നിന്ന് ഡ്രൈവിംഗ് ഏരിയയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ അറ്റത്ത് നമ്മുടെ കോ ഡ്രൈവറിൻ്റെ അടുത്ത് വരെ അവസാനിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് അങ്ങനെ സ്പേസ്, നമ്മുടെ കോ ഡ്രൈവർ ഇവിടെ നിന്ന് അവർക്ക് യൂട്യൂബ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ഇവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് സ്റ്റാർട്ടിങ് ഏരിയ വരുന്നത്. പുഷ് സ്റ്റാർട്ടാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് പ്രസ് ചെയ്താൽ നമുക്ക് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ കംഫർട്ട് പോലെ ഇരിക്കും. അതുപോലെ ഈ ഒരു നമ്പേഴ്സ് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇപ്പം ഞാനിരിക്കുന്നു, എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നു. ഇപ്പം എനിക്ക് വേണമെങ്കിൽ 1 പ്രസ് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും എന്താണ് എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 അമക്കിയാൽ എൻ്റെ ഫ്രണ്ടിന്. അപ്പം നമുക്ക് 3 പാസഞ്ചേഴ്സിന് ഇത് കറക്റ്റായിട്ട് അവരുടെ പൊസിഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ വയർലെസ് ചാർജറാണ് കേട്ടോ ഇത് വരുന്നത്. നല്ലൊരു ഏരിയയാണ്, നമുക്ക് സേഫായിട്ട് വണ്ടി ഇരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 ചായയൊക്കെ കുടിക്കണം, അല്ലെങ്കിൽ ഒരു പെപ്സിയുടെ ഒരു ക്യാൻ വെക്കണം, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെക്കണം. അങ്ങനെ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് പോലെ ഇങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഇവിടെ കീയും വെക്കാം. അതുപോലെ നല്ല തണുത്ത വെള്ളം കുടിക്കാം. ഇതിനകത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വെള്ളം ചെറിയ ബോട്ടിലൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്കിവിടെ വെള്ളം നല്ല രീതിക്ക് തണുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് മാറ്റാവുന്നതാണ്.
ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ടോട്ടൽ ഒരു 6 ബോട്ടിൽ, ഇതുപോലത്തെ ചെറിയ ബോട്ടിൽ വെള്ളം, അല്ലെങ്കിൽ നമുക്കൊരു പെപ്സി ക്യാനുകളൊക്കെ മേടിച്ചാൽ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചാൽ നല്ല കൂളായിട്ട് സാധനം കിട്ടും. അതുപോലെ നല്ല സൗണ്ട് സിസ്റ്റം ആഗ്രഹിക്കുന്നവർക്ക് അർമാൻ്റെ ഒരു 16 സ്പീക്കേഴ്സാണ് വരുന്നത്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് തരുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അർമാൻ എന്നൊക്കെ പറയുമ്പം ഏതാണ് ബ്രാൻഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതുപോലെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ മറ്റൊരു കാറിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ പോർഷ് കാറിലൊക്കെ കാണാം, പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ അറിയുന്നതാണ്, ഞാൻ ഫീൽ ചെയ്യുന്നതാണ്, ഓട്ടോ പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റീസ് ഇതിനകത്തുണ്ട്. സോ വണ്ടി നമ്മൾ എവിടെ പാർക്ക് ചെയ്യണം, അതായത് എങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ബ്രേക്ക് കറക്റ്റായിട്ടൊന്ന് അമർത്തണം. അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഉണ്ടല്ലേ, ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ്, ഇത് കണ്ടില്ലേ, ഈ ഇത്രയും പൊസിഷനിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അത് അവിടെ നേരെ ഇപ്പുറത്ത്, അതായത് ഇപ്പോൾ ഈ വണ്ടി ഇവിടെയാണ് കിടക്കുന്നത് നിൽക്കുക, ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവച്ചു. സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, സ്റ്റാർട്ട് പാർക്കിംഗ്. ഇനി ബ്രേക്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, നേരെ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അവിടെ ആ ഡിസ്പ്ലേയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ബ്രേക്ക് പിടിച്ചു, നമ്മൾ കൈയും കൊണ്ടോ ഒന്നും ചെയ്തില്ല, കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തിരിയുന്നു. സ്റ്റിയറിങ് ബാക്കിൽ ആ ഡിസ്പ്ലേ കണ്ടാൽ അറിയാം ബാക്കിലൊരു വണ്ടി കിടപ്പുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് വണ്ടി പോകുന്നതാണ് കാണുന്നത്. ഉണ്ടല്ലേ, അടുത്ത ഫുള്ള് ഒരാളുടെ, ഇപ്പം ചില ആൾക്കാർക്ക് പാർക്കിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു ലേഡി ആയിക്കോട്ടെ, അവർക്ക് പാർക്കിംഗ് കറക്റ്റ് ആയിരിക്കത്തില്ല. ചില ബോയ്സിനായാലും പാർക്കിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ല. ഒന്നും പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഓട്ടോമാറ്റിക് വന്ന് ചെയ്ത് കണ്ടില്ല, കറക്റ്റ് ആ പൊസിഷനിൽ വണ്ടി കൊണ്ട് നിന്ന്. അതുപോലെ തന്നെ ഒരു പനോരമിക് മൂൺ റൂഫാണ് കേട്ടോ ഇവിടെ വന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, ജസ്റ്റ് ഒരു പ്രസ്സിൽ സംഭവം ഇങ്ങനെ പോകും ബാക്കിലേക്ക്. ഇത് ഓപ്പൺ പറ്റത്തില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റിങ്, ഈ ഒരു ഷെയ്നില്ലേ, ഇതിനകത്ത് ഒരു 16 മില്യൺ കളേഴ്സ് വരുന്നത് കേട്ടോ, മനസ്സിലായല്ലോ. ഇതാണ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഇത്. അകത്തേക്ക് വരുമ്പം അടിപൊളി ഒരു ഏരിയ ആണ്, കണ്ടില്ല, സീറ്റിംഗ് ഒക്കെ ഫുള്ളി അടിപൊളി ഒരു ഡിസൈനിലാണ് സംഭവം എല്ലാം വരുന്നത്. ബാക്ക് സൈഡിലാണെങ്കിലും സീറ്റിംഗ് കംഫർട്ടൊക്കെ പക്ക വരുന്നല്ലേ. ഈ ഒരു ലെതർ കോട്ടിങ് തന്നെ കണ്ടില്ലേ. അതുപോലെ തന്നെ അടിപൊളി ഒരു വെൻറ്റിലേറ്റർ സീറ്റും കൂടിയാണ് തന്നേക്കുന്നത്, കണ്ടില്ലേ. ഓക്കെ, ഈ ഒരു 2 സീറ്റും വെൻറ്റിലേറ്റർ സീറ്റാണ് വരുന്നത്. ഈ ഒരു സ്റ്റിയറിങ് കണ്ടില്ലേ, എന്ത് രസമാണ് നോക്ക്, വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ ബാക്ക് ഏരിയ ഒന്ന് കാണാം. ഇതിൻ്റെ ബാക്ക് ഏരിയയിൽ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് ഡോറിൻ്റെ ഇത് വരുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് കയറുമ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല വിശാലമായിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ കൊണ്ടുപോകാം ബ്രോ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഒരു നല്ല ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ കറക്റ്റ് കൈയൊക്കെ വെച്ച് നൈസായിട്ടിരിക്കാം. ഒരു ഡബിൾ സീറ്റ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 പേർക്കുള്ള ഒരു അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് ടാബൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ ടാബുകളൊക്കെ ഇല്ലേ, ചില ഇത് കണ്ടിട്ടില്ലേ, നമുക്ക് ടാബ് ഇവിടെ ഇങ്ങനെ വെക്കുന്നതായിട്ട്, അതുപോലെ ടാബ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 65 വോൾട്ടിൻ്റെ ഒരു സി ടൈപ്പ് ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ AC വെൻറ്റ്, പിന്നെ ഇവിടെയും ഒരു വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടുണ്ട്. ഫീച്ചർ ആദ്യമായിട്ടാണ് ഒരു കാറ് ബാക്ക് സൈഡിലും വയർലെസ് ചാർജ് കാണുന്നത്. അപ്പം നമ്മളിതിൻ്റെ അതായത് സ്പോർട്സ് മോഡിൽ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടല്ലേ, സ്പീഡോമീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നേരെ പറക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു രക്ഷയില്ല, അന്യായ കംഫർട്ട്, വണ്ടി ഒരുമാതിരി പറന്നു പോവുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്നത്. കാല് കൊടുക്കുമ്പോൾ തന്നെ, ഇപ്പം നമ്മളൊരു വളഞ്ഞ റോട്ടിൽ കൂടിയാണ് പോകുന്നത്, ഇങ്ങനെ വെച്ചേക്കാണ്.
അവിടെ വണ്ടി ഒരു ഭയങ്കര ഒരു കയറ്റം കയറുന്ന ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കോ, വണ്ടി കയറുന്ന ഒരു കയറ്റമില്ലേ, ഭയങ്കരം എന്ന് വെച്ചാൽ ഹെവി കയറ്റമാണ് കയറുന്നത്. കണ്ടില്ലേ, ഭയങ്കര ഒരു ഹെവിയാണ്. 100 ഈസി ആയിട്ട് ഇപ്പം നമ്മൾ അത്രയും എടുക്കാത്തത് കൊണ്ടാണ് ഭയങ്കരമായിട്ട്, അതായത് ഇപ്പോൾ ഇവിടെ ബ്ലോക്കും കാര്യങ്ങളുണ്ട്. ചുമ്മാ ഞാൻ ചവിട്ട് വെച്ചേക്കാണ്. ഭയങ്കര ഹെവി ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 0 to 100 6.2 സെക്കൻഡ് കൊണ്ട് കയറുന്നതാണ് ഈ വെഹിക്കിൾ കേട്ടോ. ഇത് കണ്ടില്ലേ, എന്ന് പറഞ്ഞിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു മങ്ങല് പോലെ നിങ്ങൾ കാണുന്നുണ്ടോ? അതെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഗ്ലാസ്സിൽ നമ്മളിപ്പോൾ എത്ര കിലോമീറ്ററാണ് പോകുന്നത്. നമുക്കിപ്പോൾ ഇങ്ങോട്ട് നോക്കേണ്ട വരത്തില്ല, നമ്മളിപ്പോൾ എത്ര കിലോമീറ്ററിലാണ് പോകുന്നത്. ഇത് കണ്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അത് നമ്മുടെ ഗ്ലാസ്സിലാണ് കാണുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഇത് നേരിട്ട് കാണാൻ ഇതിലും നല്ല രീതിക്ക്, അതായത് നല്ല ക്വാളിറ്റിയോടെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ എത്ര കിലോമീറ്ററിലാണ് പോകുന്നത്, 39 49 കണ്ടില്ലേ. വണ്ടി കയറുന്നതനുസരിച്ച് ആ ഒരു സ്പീഡും കിട്ടുന്നതാണ് കേട്ടോ. ഇല്ല, വണ്ടി കയറുന്നതനുസരിച്ച് വണ്ടി പോകുന്നത് കണ്ടില്ലേ, ഐ മീൻ ആ ഒരു മീറ്റർ മാറുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 25-നാണ് ഇതിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി, അതായത് ഈ ഒരു വെഹിക്കിൾ ഇഷ്ടമുള്ളവർ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ഷോറൂമിൽ പോയിട്ട് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പക്ക ഒരു രക്ഷയില്ല, അന്യായമാണ് ഫീൽ എന്ന് വെച്ചാൽ. ഡ്രൈവിംഗ് ഒക്കെ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടൊരു കയറ്റമുണ്ട് കേട്ടോ. അയ്യോ, അന്യായ സ്പോർട്സ് മോഡിൽ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാറിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്കപ്പോൾ അതിനെക്കുറിച്ച് അത്രയൊക്കെ അറിവുള്ളൂ, പറഞ്ഞു തരാനും അറിയുള്ളൂ. ഒരു സാധാരണക്കാരൻ എങ്ങനെ പറഞ്ഞു തരുന്നു ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു കാറുമായിട്ട് അടിപൊളിയൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.